ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം ഇങ്ങനെ പറയും: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈ വചനം അനേകർക്ക് വലിയൊരു ആശ്വാസത്തിന് കാരണമാണ്. കാരണം ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: വിലപിക്കുന്നവർ ആരാണോ അവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ആരാണോ അവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ആശ്വസിപ്പിക്കപ്പെടും. ഒരുപാട് കരയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളും കരയാറുണ്ട്. ചിലർ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്: സിസ്റ്ററെ, കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയ കണ്ണുനീരാണ്, അത് ഇതുവരെയും തോർന്നിട്ടില്ല. എത്ര കരഞ്ഞിട്ടും കരച്ചിൽ നിർത്താൻ പറ്റാത്ത വിധത്തിൽ കണ്ണുനീരിൻ്റെ കയങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് കാരണത്താൽ കരയുന്നവരാണ് ഭാഗ്യവാന്മാർ? ഈശോ എന്തായിരിക്കും ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാകുക? ഈശോ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? ചുമ്മാ അവർ നോക്കിയില്ല, മിണ്ടിയില്ല, വാശി പിടിച്ചു, അല്ലെങ്കിൽ എന്നോട് അരിശപ്പെട്ട് സംസാരിച്ചു, അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് കരയുന്നവരാണോ ഭാഗ്യവാന്മാർ? അതാണോ ഈശോ ഇവിടെ ഉദ്ദേശിക്കുക? കുറച്ചുകൂടെ നമുക്കൊന്ന് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പരിശ്രമിക്കാം. ഈശോ പറഞ്ഞത് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. 3 കാരണങ്ങളാൽ കരയുന്നവർ ഭാഗ്യവാന്മാർ ആണെന്നാകാം ഈശോ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഒന്നാമത്തെ കാര്യം, ലോകത്തിൽ ദുഷ്ടൻ്റെ ശക്തി വലയം എത്രയോ ശക്തമാണ്. തിന്മയുടെ സ്വാധീനം അത് എത്രയോ അധികമാണ്. തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട് എത്രയോ പേര് വേദനിക്കുന്നു, കഷ്ടപ്പെടുന്നു, എത്രയോ അധികം പേര് സഹിക്കുന്നു. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കരയുന്നവർ, ക്രിയാത്മകമായ വേദനയെ മനസ്സിൽ സ്വീകരിക്കുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈശോ അതാ പറയുക. ലോകത്തിൽ ദുഷ്ടൻ്റെ ശക്തി വലയം, അവൻ്റെ ശക്തിപ്രാഭവം എത്ര രീതികളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അക്രമം, അനീതി, വഞ്ചന, ചതി, ദുരിതങ്ങൾ, ചൂഷണം ചെയ്യുന്ന അനുഭവം, സ്വാർത്ഥത, ജഡികത, അവിശ്വസ്തത, എത്ര തലങ്ങളിലാണ് അവൻ്റെ വലിയ വാസം, അല്ലെങ്കിൽ തിന്മയുടെ വലിയ സ്വാധീനം നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുമ്പോൾ, തിന്മയുടെ സ്വാധീനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തെ, ലോകത്തെ ശല്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ സ്വാധീനം നിലനിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ, ഒരു ആത്മീയ യുദ്ധത്തിന് തന്നെ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടും. നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. വേദനിക്കുന്ന, സഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുവെങ്കിൽ, തിന്മയുടെ പിടിയിൽപ്പെട്ട അമരുന്ന മക്കളെ ഓർത്ത് നിന്റെ കണ്ണുകൾ ഈറനണിയുന്നുവെങ്കിൽ, സഹോദര, സഹോദരി, നീ ആശ്വസിപ്പിക്കപ്പെടും. മാനസിക രോഗങ്ങളുള്ള മക്കളെ നോക്കുന്നവരും എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ വലിയ ചൈതന്യം കാണാം, വലിയ പ്രസാദം കാണാം, സന്തോഷം കാണാം അവരുടെ മുഖത്ത്. അവർ ചെയ്യുന്ന ജോലി അത്രയും ശ്രേഷ്ഠമായിട്ട് അവർ കാണുന്നു, തീർച്ചയായും. പക്ഷെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ, ഇതെന്നാ കാര്യം, അവരെ കുളിപ്പിക്കുന്നു, അവരെ ഉടുപ്പിക്കുന്നു, അവരെ ഭക്ഷണം കൊടുക്കുന്നു, അതിലിപ്പോൾ എത്ര വലിയ കാര്യം എന്താ? ലോകം അങ്ങനെ വിധി എഴുതിയാലും അവരുടെ മുഖത്ത് വലിയ പ്രസന്നതയാണ്, വലിയ സന്തോഷമാണ്. എന്തേ കാരണമെന്നറിയാവോ? കർത്താവിൻ്റെ വചനം അവരിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. വേദനിക്കുന്നവരോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ, അവരുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയവും, സ്നേഹമുള്ള നമ്മുടെ ഹൃദയവും ചേർത്ത് വെക്കുമ്പോൾ, അവരുടെ കണ്ണുകൾ നിറയുന്നുവെങ്കിൽ, അതിനു മുമ്പേ എൻ്റെ ഹൃദയത്തിൽ ആ വേദന സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വാഗ്ദാനം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. സംശയം വേണ്ട, നീ ആശ്വസിപ്പിക്കപ്പെടും. എല്ലാ സമയവും, എല്ലായ്പ്പോഴും നീ ആശ്വസിപ്പിക്കപ്പെടും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് ഒരു ഇടവകയിൽ ഞങ്ങൾ ചെല്ലുകയാണ്. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ വൈകിട്ട് സമയങ്ങളിലാണ് ധ്യാനം. 9:30 കൂടിയിട്ട് ധ്യാനം തീർന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ, ടീമംഗങ്ങളെല്ലാവരും ആ ഇടവകയിലെ വികാരിയച്ഛൻ്റെ ഒക്കെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികാരിയച്ഛൻ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഈ ധ്യാനം ഈ ഇടവകയിൽ നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ, ഒരു 3-4 മാസം മുമ്പ് ധ്യാനം ഏറ്റെടുത്തായിരുന്നു, ഡേറ്റ് കൊടുത്തായിരുന്നു, നമ്മളതിന് പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടായിരുന്നു. ഈ വികാരിയച്ഛൻ പറയാൻ 3-4 മാസങ്ങളായി ധ്യാനം
ഇന്ന ടീമാണ് നടത്തുക എന്നറിഞ്ഞ അന്ന് മുതൽ, ധ്യാനം ഇടവകയിൽ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞ അന്ന് മുതൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. വലിയ ത്യാഗത്തോടെയാണ് ഈ സഹോദരൻ പ്രാർത്ഥിക്കുക. 40 ദിവസം വെള്ളം മാത്രം കുടിച്ച് ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വിശ്രമം കിട്ടിയാൽ ഇടവക പള്ളിയിൽ സക്രാരിയുടെ മുമ്പിൽ മുട്ടേ നിന്ന് കൈ രണ്ടും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരനെ ഞാൻ കണ്ടിട്ടുണ്ട്. വികാരിയച്ഛൻ വലിയ അഭിമാനത്തോടെ ഈ സഹോദരനെ നോക്കി പറയാണ്. ഇത് കേൾക്കാൻ തുടങ്ങിയത് ഈ സഹോദരൻ അവിടുന്ന് വിട്ടുപോയി. അദ്ദേഹം അത് കേൾക്കാൻ പോലും നിന്നില്ല. ഞാൻ ഓർക്കാൻ, ഒരു ഇടവകയെ പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ ആ ഇടവകയിൽ നിന്നിരുന്ന പാപ സാഹചര്യങ്ങളും ആ ഇടവകയിൽ സംഭവിച്ചിരുന്ന വിശ്വാസക്കുറവും ആ ഇടവകയിൽ ദൈവജനത്തിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ കുറവൊക്കെ പരിഹരിക്കാൻ, അവരല്പം കൂടെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറാൻ, അവർ ഈശോയെ സ്നേഹിക്കുന്നവരായി മാറാൻ, അവർ സ്വർഗം ലക്ഷ്യമാക്കി മാത്രം യാത്ര ചെയ്യുന്നവരായി ഇടവക ജനത്തെ വാർത്തെടുക്കാൻ ഈ സഹോദരൻ്റെ ഒരു പരിശ്രമം, ഒരു എളിയ പരിശ്രമം. അദ്ദേഹം വെള്ളം മാത്രം കുടിച്ച് 40 ദിവസം, എത്ര കഠിനമായിട്ടുള്ള പരിശ്രമമാണ്. കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഭാര്യയും മക്കളെയും സന്തോഷമായിട്ട് സുന്ദരമായിട്ട് അവരെ നയിക്കണം, ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ഇടവകയെ പൂർണ്ണമായി നേടിയെടുക്കാൻ എത്ര വലിയൊരു യുദ്ധത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുക. തിന്മയോടുള്ള യുദ്ധമാണ്. തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ദൈവജനത്തെ മോചിപ്പിക്കാൻ, ദൈവത്തെ അന്വേഷിക്കുന്നവരെയും ദൈവത്തെ തേടുന്നവരെയും സുരക്ഷിതരായി ദൈവ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന അനേകം സഹോദരങ്ങൾ ഇതുപോലെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അനേകരെ കണ്ടിട്ടുണ്ട്. രാവേത് പകലേത് അവർക്ക് വിഷയമല്ല. ആരോഗ്യം ഉണ്ടോ ഇല്ലയോ അവർക്ക് വിഷയമല്ല. സമയം ഉണ്ടോ ഇല്ലയോ അവർക്ക് വിഷയമല്ല. ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടോ ഇല്ലയോ അവർക്കത് വിഷയമല്ല. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ഈ ലോകത്തുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ തോൽപ്പിക്കാൻ ആര് സന്നദ്ധത പ്രകടിപ്പിക്കുന്നുവോ, അങ്ങനെ തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്ന മക്കളെ മോചിപ്പിക്കാൻ ആര് തയ്യാറാകുന്നുവോ, ഈശോ പറയുന്നു അവരെ ആശ്വസിപ്പിക്കപ്പെടും. അവരുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. അവരുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. മോശയുടെ ജീവിതം അങ്ങനെയല്ലേ നമ്മളെ കാണിച്ചു തരിക. മോശ കൊട്ടാരത്തിൽ സന്തോഷത്തോടും സുഭിക്ഷമായും വലിയ ആഹ്ലാദത്തോടും കൂടെ കഴിയേണ്ടവനായിരുന്നു. ഒന്നിനും കുറവില്ലാതെ ഉയരാൻ സാധ്യതകളുണ്ടായിരുന്നു മോശയ്ക്ക്. പക്ഷേ കൊട്ടാരത്തിലെ സുഖങ്ങളൊക്കെ മോശ വേണ്ട എന്ന് വെച്ചു. ഉണ്ടാകാൻ സാധ്യതയുള്ള, ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ നൈമിഷിക സുഖങ്ങളും വേണ്ടാന്ന് വെക്കുകയാണ്. ആരും പറഞ്ഞിട്ടല്ല, ആരും നിർബന്ധിച്ചിട്ടില്ല, ആരുടെയും ശുപാർശ കൊണ്ടൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടും ദൈവജനത്തോടുമുള്ള സ്നേഹം, അത് മാത്രമാണ് ഈ മോശയെ അതിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേൽക്കാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അതിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഇറങ്ങുകയാണ്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തി എന്ന് ബോധ്യമായപ്പോൾ ഇതാ കർത്താവ് മോശയെ തിരഞ്ഞെടുക്കുന്നു, മോശയെ അതിനുവേണ്ടി നിയോഗിക്കുന്നു, മോശ വിട്ടുകൊടുക്കുന്നു തന്നെ. മോശ അതിനുവേണ്ടി തന്നെ മാറ്റി നിർത്തുകയാണ്. മറ്റൊരു സുഖവും മറ്റൊരു സന്തോഷവും മോശയ്ക്ക് പിന്നെ പ്രധാനമായിട്ടില്ല. മറ്റൊന്നും നേടിയെടുക്കാൻ മോശയ്ക്ക് അതിനു വേണ്ടിയിട്ടല്ല മോശയുടെ പരിശ്രമം. വിക്കനായ മോശ, കുറവുകളുള്ള മോശ തൻ്റെ കഴിവ് കുറവുകളിലേക്ക് പോലും നോക്കുന്നില്ല. ധൈര്യമായിട്ട് ഇറങ്ങാൻ, ധൈര്യമായിട്ട് യുദ്ധം ചെയ്യാൻ, യുദ്ധത്തിൻ്റെ മുൻനിരയിൽ തന്നെ നിൽക്കാൻ, അങ്ങനെ തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്ന ജനത്തെ മോചിപ്പിക്കാൻ, രക്ഷിക്കാൻ മോശ ഇറങ്ങുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ആര് കണ്ണുനീരൊഴുക്കുന്നുവോ നിങ്ങളുടെ കണ്ണുനീര് സ്വർഗത്തിൽ എണ്ണപ്പെടും. ഒരു തുള്ളി കണ്ണുനീരും വെറുതെ ആവില്ല കേട്ടോ. ഒരു തുള്ളി കണ്ണുനീരും അത് നഷ്ടപ്പെടില്ല. കർത്താവ് ഉറപ്പ് തരികയാണ്. നിന്റെ കണ്ണുകൾ ആരും അറിയാണ്ട് നീ തുടയ്ക്കുന്നുണ്ട് എങ്കിൽ കുഞ്ഞെ, ആ കണ്ണുനീര് കുപ്പിയിൽ അവിടുന്ന് ശേഖരിച്ചിട്ടുണ്ട്. നീ ആശ്വസിപ്പിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. നിനക്ക് ആശ്വാസം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, എങ്ങനെ കരയുന്നവരാണ് ഭാഗ്യവാന്മാർ. ഈശോ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണേ. ഈ ലോകത്തിൽ ആരിലും ആശ്രയം വയ്ക്കുന്നില്ല. ദൈവമേ, അങ്ങയിൽ മാത്രം ഞാൻ ആശ്രയം വയ്ക്കുന്നു. ഈ ഭൂമിയിൽ ആരെയും ഞാൻ സഹായത്തിനായിട്ട് തേടി നടക്കുന്നില്ല. ഈ ഭൂമിയിൽ ആരുടെ സ്നേഹത്തിന് വേണ്ടിയും ആരുടെ സാന്നിധ്യത്തിന് വേണ്ടിയും ആരുടെ ഒരു തീരുമാനം പറഞ്ഞു തരിക, എന്നെ ഒന്ന് ഒരു ആശയം കൊണ്ടോ തീരുമാനം കൊണ്ടോ സഹായിക്കുക അല്ല. ഈ ഭൂമിയിൽ ആരുടെ അരികിലേക്കും ഞാൻ പോകുന്നില്ല. അങ്ങ് മാത്രം എൻ്റെ ആശ്രയം, എൻ്റെ ഏക ആശ്രയം അങ്ങ് മാത്രം. ഇങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കണ്ണുനീര്, ഉണ്ടാകുന്ന വേദന അവരെ ആശ്വസിപ്പിക്കപ്പെടും. ഈശോ പറയാൻ അവരെ ആശ്വസിപ്പിക്കപ്പെടും. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി, ഒരുപാട് ദൈവത്തോടും ദൈവിക ശുശ്രൂഷകളോടും താല്പര്യം ഉണ്ടായിരുന്ന കുടുംബം,
എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കും, പ്രാർത്ഥനയുണ്ട്, മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നു. അങ്ങനെ ഇരിക്കെ 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മകന് 5ൽ ഒക്കെ പഠിക്കുന്ന സമയം, ഇളയത് 2 പെൺകുട്ടികൾ. ആ സമയത്താണ് ഈ സഹോദരിയുടെ ഭർത്താവ് ഒരു വാഹന അപകടത്തിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ്. ആരും പ്രതീക്ഷിച്ചില്ല. വളരെ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ആ സഹോദരനെ കുറിച്ച് ആർക്കും ഒരു നെഗറ്റീവ് പറയാനില്ല. ഇടവകയിലാണേലും വീട്ടുകാരുടെ ഇടയിലാണേലും പ്രിയപ്പെട്ടവരുടെ ഇടയിലാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും വലിയ മതിപ്പാണ്. പെട്ടെന്നുള്ള ഈ വേർപാട് ആ കുടുംബാംഗങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നേയില്ല. ഈ സഹോദരിയെ കാണുമ്പോഴൊക്കെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കയ്യിൽ ഒരു ക്രൂശിത രൂപം ഉണ്ടാവും. വീട്ടിൽ നമ്മൾ കാണാൻ ചെന്നാൽ കാണാം, ഒരു ക്രൂശിത രൂപം ഉണ്ടാവും. ആ ക്രൂശിത രൂപത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടാവും. വേറെ ഒന്നും പറയില്ല, വേറെ ആരോടും ഒരു സങ്കടവും. എങ്ങനെ ഈ മക്കളെ വളർത്തും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവും, എങ്ങനെ ഈ മക്കളുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റിക്കൊടുക്കും, ഇതൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആരോടും ഒരു പരാതിയോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ ഒന്നുമേ ഇല്ല. കുരിശിലേക്ക് നോക്കി ഒറ്റയിരിപ്പാണ്. ചില സമയങ്ങളിൽ നിയന്ത്രണം വിടുമ്പോൾ ആരും അറിയാതെ കണ്ണ് തുടയ്ക്കും. ഈശോയെന്ന് മാത്രം ആശ്രയിക്കുന്ന ഒരു മകള്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈ സഹോദരിയുടെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു, വളരെ മനോഹരമായി കർത്താവ് ക്രമീകരിച്ചതും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ചെയ്തുകൊണ്ട് കർത്താവ് തൻ്റെ കരബലം പ്രകടമാക്കിയ അനുഭവങ്ങൾ എത്രയധികം. മൂത്ത മകന് നല്ല നിലയിൽ ജോലി, വിദേശത്ത് അവൻ ഭാര്യയും മക്കളായിട്ട് അവിടെ കഴിയുന്നു. താഴെയുള്ള 2 പെങ്ങന്മാരെയും നല്ല ഭംഗിയായി വിവാഹം ചെയ്ത് അയക്കാൻ കഴിഞ്ഞു. അവരും സ്വർഗം പോലെയുള്ള ഭവനങ്ങൾ. എല്ലാവരും ആരെ ഓർത്തും ഈ അമ്മയ്ക്ക് ഇന്നും ഈ അമ്മ പള്ളിയിലൊക്കെ വരും. കുർബാന ഒരിക്കലും മുടക്കില്ല. പ്രാർത്ഥനയിൽ കൂടുതൽ സജീവമാണ്. കാരണം ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, കുറച്ചുകൂടെ ഫ്രീ ആയി, കുറച്ചധികം സമയമുണ്ട് ഈശോയ്ക്ക് കൊടുക്കാൻ. അതുകൊണ്ട് മുഴുവൻ സമയം എന്ന് പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതയാണ് ഈ സഹോദരി. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടപ്പം പറയായിരുന്നു, എത്രയോ മനസ്സിൽ സന്തോഷമാണ്, ദൈവിക സാന്നിധ്യമാണ് എപ്പോഴും. കർത്താവ് സഹായിച്ചതും കർത്താവിൽ ആശ്രയം വെച്ചപ്പോൾ കർത്താവ് പ്രതീക്ഷകൾക്കപ്പുറം പ്രവർത്തിച്ചതൊക്കെ ഓർത്തിട്ട് കണ്ണു നിറഞ്ഞ് നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എത്ര ഞെരുക്കങ്ങളിലൂടെയാണ് നീ പോകുന്നതെങ്കിലും നീ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ, നീ ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കുന്നുവെങ്കിൽ നീ ആശ്വസിപ്പിക്കപ്പെടും. ചില സമയങ്ങളിൽ ചില അപവാദങ്ങളോ ചില തെറ്റിദ്ധാരണകളോ ചില കുറ്റം വിധികളോ വിമർശനങ്ങളോ ഒക്കെ കേൾക്കേണ്ടി വരും. നമുക്ക് കയ്യടികൾ മാത്രമല്ല കിട്ടുക, പ്രോത്സാഹനങ്ങൾ മാത്രമല്ല, എതിർപ്പുകളും ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക. ആ സമയത്തും ദൈവം മാത്രം നമ്മുടെ ആശ്രയം, ദൈവം മാത്രം നമ്മളെ സഹായിക്കും. ക്രിസ്ത്യാനുകരണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപവാദങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ കേൾക്കുമ്പോൾ നീ ഓർക്കണം, ഇതാദ്യത്തെയൊന്നുമല്ല. ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം നീ കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറം നീ കേട്ടിട്ടില്ല, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പിന്നെ നീ ഓർക്കണം, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് അവസാനത്തെയോ അല്ല, ഇനിയും സംഭവിക്കാം. അങ്ങ് വിട്ടുകളഞ്ഞേര്. ഈ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഓർത്ത് കരഞ്ഞിരിക്കേണ്ടവരല്ല നമ്മൾ. ഈ ലോകത്തിൽ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ ചെയ്തു, അല്ല. അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയം. എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കാം, എൻ്റെ ക്രിസ്തുവിനെ എങ്ങനെ മഹത്വപ്പെടുത്താം, എൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം, ഇത് മാത്രമാണ് നമ്മളിൽ ഉണ്ടാകേണ്ട ചിന്ത. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു, കുഞ്ഞേ, ഈ ജീവിതയാത്രയിൽ നിനക്ക് അനുഭവപ്പെടുന്ന കണ്ണുനീരൊക്കെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും, നീ ആശ്വസിപ്പിക്കപ്പെടും. വലിയൊരു വാഗ്ദാനമാണ്. മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത് കേട്ടോ. ഈ ഒരു വചനം മനസ്സിൽ നിന്ന് കളഞ്ഞേക്കല്ല്. നിന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ ഹൃദയത്തിൽ നെടുവീർപ്പുകൾ ഉണ്ടെങ്കിൽ അത് സ്വർഗം കാണുന്നുണ്ട്, കർത്താവ് കാണുന്നുണ്ട്. നീ ആശ്വസിപ്പിക്കപ്പെടും. മൂന്നാമത്തെ കാരണം, എങ്ങനെ കരയുന്നവരാണ് സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുക അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ? സ്വന്തം പാപാവസ്ഥയെ ഓർത്ത് കരയുന്നവർ, ലോകത്തിൽ സഹിക്കുന്നവരെ ഓർത്ത് കരയുന്നവർ, ഇവർ കൂടെ ഭാഗ്യവാന്മാർ. ഈശോ ഉദ്ദേശിക്കുക, ഇവരെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ഒരു വചനം പറയുക. സ്വന്തം പാപത്തെ ഓർത്ത്, തെറ്റ് ചെയ്തു പോയി, സംഭവിച്ചു പോയി, പറയാൻ പാടില്ലാത്തത് പറഞ്ഞുപോയി, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുപോയി, ഇന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയി, അറിയായിരുന്നു അത് വേണ്ടായിരുന്നു എന്ന്, അങ്ങോട്ട് പോകരുതെന്ന് അറിയാമായിരുന്നു, അങ്ങനെ പറയണ്ടെന്ന് അറിയായിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്നറിയായിരുന്നു, പക്ഷെ വീണുപോയി. കർത്താവേ, ആഴങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് തെറ്റുകൾ കണ്ടുപിടിക്കാൻ, ഒന്ന് ഏറ്റുപറയാൻ,
അവയിൽ നിന്നൊരു സ്വാതന്ത്ര്യം നേടാൻ നീ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിന്റെ കണ്ണുകളിൽ നനയുന്ന ആ കണ്ണുനീർ തുള്ളികൾ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ സഹായിക്കുക. പാപബോധം നമ്മളിൽ വർദ്ധിപ്പിച്ചു തരിക. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കുമ്പസാരം നടത്തുന്നവരെ കണ്ടിട്ടുണ്ട്. ചിലർ കുമ്പസാരിക്കത്തേ ഇല്ല, പള്ളിയിൽ കയറത്തില്ല, അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. അടുക്കൽ കുമ്പസാരിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മളെ കുറെ കൂടെ വിശുദ്ധി കൊണ്ട് പൊതിയാണ്, കുറെ കൂടെ ശക്തി കൊണ്ട് പൊതിയാണ്. എത്ര കഷ്ടപ്പാട് വന്നാലും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം എത്രയാണെങ്കിലും കുമ്പസാരിക്കാനൊക്കെ കഴിഞ്ഞാൽ അത് വലിയ ഒരു വിശുദ്ധിയിലേക്കുള്ള കാൽവെപ്പായിട്ട് കർത്താവ് മാറ്റുകയാണ്. പാപാവസ്ഥയെ ഓർത്ത് കരയാൻ സമ്മതിക്കുകയാണ്. ഞാൻ പാപിയാണെന്ന്, എനിക്ക് വലിയ മിടുക്കൊന്നുമില്ല കർത്താവേ. ലോകത്തുള്ളവരൊക്കെ പറയും, കൂടെയുള്ളവരും നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയും, മിടുക്കനാട്ടോ, മിടുക്കിയ, നമ്പർ 1, ഒരു പ്രശ്നവുമില്ല, കണ്ട നല്ല സൂപ്പർ ടീം, അങ്ങനെയൊക്കെ പറയുമായിരിക്കും കൂടെയുള്ളവർ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനോഭാവങ്ങളിൽ, എൻ്റെ ശൈലികളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ പരിപൂർണയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല എങ്കിൽ എവിടെയാണോ വീഴ്ചകൾ സംഭവിക്കുക, നമുക്കത് ഏറ്റുപറയാൻ തയ്യാറാകണം. കർത്താവിൻ്റെ വലിയ ശക്തി നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. നീ വിലപിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടത്തിൽ കർത്താവിൻ്റെ കരമുണ്ട് ആ കണ്ണുനീര് തുടയ്ക്കാൻ. വിശുദ്ധ മോനിക്ക ഓർക്കുന്നില്ലേ? എത്ര വർഷമാണ് ആ മകന് വേണ്ടിയിട്ട് കരഞ്ഞത്? എത്ര നാളത്തെ കണ്ണുനീര് വെറുതെയായോ കണ്ണുനീര്? പാപത്തിലേക്ക് വീണു പോയ മോനെ ഓർത്തിട്ടാ കരയണത്, വഴിതെറ്റിപ്പോകുന്ന മോനെ ഓർത്തിട്ടാ കരയണത്. ഒരു ദിവസം അല്ല കരഞ്ഞത്, 2 ദിവസം അല്ല കരഞ്ഞത്, വർഷങ്ങളോളം കരയാൻ. കണ്ണുനീര് പറ്റുന്നേയില്ല. കണ്ണുനീര് കൊണ്ട് ചാല് കയറിയിട്ടുണ്ടാവും ആ കവിൾ തടങ്ങളിൽ. അത്രയേറെ ആ അമ്മ കരഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ മറന്നിട്ടുണ്ട്. സന്തോഷത്തോടെ നടന്നിട്ട് ഒരു ദിവസമെങ്കിലും സന്തോഷിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ മകനെ കുറിച്ചുള്ള ഓർമ്മ, പാപത്തിൽ വീണുപോയ തെറ്റായ ബന്ധത്തിൽ ഒരു കുഞ്ഞു വരെ ഉണ്ടായി. ആ അവസ്ഥകളൊക്കെ അറിയുന്ന ഒരു അമ്മ എത്രയേറെ മനക്ലേശം അനുഭവിച്ചിട്ടുണ്ടാവും, എന്തേറെ കരഞ്ഞിട്ടുണ്ടാവും, എന്തേറെ വേദനിച്ചിട്ടുണ്ടാവും. സഹോദര, നിന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഓർത്തിട്ട്, പള്ളി പോകുന്നില്ല എന്ന് ഓർത്തിട്ട് നീ കരഞ്ഞിട്ടുണ്ടോ? സഹോദരി, നിന്റെ ഭർത്താവിന് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, പ്രാർത്ഥിക്കുകയല്ല, വചനം വായിക്കുകയല്ല, വേദനയാണോ മനസ്സിൽ? നിന്റെ കണ്ണുനീര് കർത്താവ് കാണട്ടോ. നിന്റെ മക്കളെ ഓർത്ത് നീ എന്നും കരയുന്ന ഒരു അപ്പനാണ്, അമ്മയാണ് എങ്കിൽ നിന്റെ കണ്ണുനീര് കർത്താവ് കാണും. നീ ആശ്വസിപ്പിക്കപ്പെടും. ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. നീ ആശ്വസിപ്പിക്കപ്പെടും. മോനിക്ക പുണ്യവതി കണ്ടില്ലേ? മകൻ നല്ല മാനസാന്തരത്തിലേക്ക് വന്നു, വൈദികനായി, മെത്രാനായി, മരിച്ചു വിശുദ്ധനായി, വേദപാരംഗതനായി. എത്ര വലിയ സ്ഥാനത്തേക്കാണ് ഉയർത്തിയത്. കണ്ണുനീര് വെറുതെ ആവില്ല കേട്ടോ, വിശുദ്ധ റീത്ത ഓർത്തു നോക്കിയേ. വിശുദ്ധ റീത്ത എത്ര സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ മരണത്തിന് ശേഷം മക്കൾ 2 പേരും ഭർത്താവിനെ കൊന്നവനെ ഓട് പകരം വീട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഈ മക്കൾ 2 പേരും വാശി പിടിച്ചിരിക്കുമ്പോൾ റീത്ത പുണ്യവതി കരയാൻ ആരംഭിച്ചു. ഭർത്താവ് മരിച്ചത് ഓർത്തിട്ടല്ല കരഞ്ഞത്, മറിച്ച് മക്കൾ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോവോ, അവരുടെ ആത്മാവ് നഷ്ടപ്പെടുവോ, അവർ നരകത്തിൽ പോണ്ടി വരുമോ, അവർ പാപത്തിലേക്ക് വീഴുവോ? കരയാണ് ദൈവത്തിൻ്റെ അടുത്ത്. കർത്താവേ, എൻ്റെ മക്കളെ പാപം ചെയ്യാൻ അനുവദിക്കല്ലേ. ഭർത്താവിനെ കൊന്നവരോട് പകരം വീട്ടാൻ ഒരുങ്ങുന്ന എൻ്റെ മക്കളെ കരുണയോടെ കാണണേ, പാപത്തിലേക്ക് വീഴ്ത്തല്ലേ കർത്താവേ. റീത്ത പുണ്യവതി കരയാൻ. എന്തേറെ കരഞ്ഞു. രാത്രിയൊക്കെ ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ട്. രാത്രി മുഴുവനും കരഞ്ഞ് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീട്ടിൽ പൈസ ഉണ്ടാക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്, വലിയ കൊട്ടാരം പോലെയുള്ള വീട് പണിയണമെന്നല്ല ആഗ്രഹിച്ചത്, ലക്ഷങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആക്കണമെന്നല്ല റീത്ത പുണ്യവതി പ്രാർത്ഥിച്ചത്. തൻ്റെ മക്കള് വിശുദ്ധി നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന കാണാൻ തൻ്റെ കണ്ണുകളെ ഇടയാക്കല്ലേ ദൈവമേ. അതിനു മുമ്പ് അവരെ മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് വേർപ്പെടുത്തണമെങ്കിൽ പോലും അതിന് പോലും ഞാൻ തയ്യാറാണ്. അവരെ സ്വർഗത്തിലേക്ക് നീ കൊണ്ടുപോകണം. അവർ നരകത്തിൽ പോകുന്ന കാണാൻ എന്നെ അനുവദിക്കല്ലോ. റീത്ത പുണ്യവതി കരയാണ്, വാവിട്ട് മക്കളെ ഓർത്ത്. വിശ്വാസം നഷ്ടപ്പെടുന്ന, അശുദ്ധി കൊണ്ട് നിറയുന്ന, പാപത്തിലേക്ക് ചായ്വുകളുള്ള മക്കളെ ഓർത്ത് കരയുന്ന റീത്ത പുണ്യവതി. നീ എന്തിനാ കരയാറുള്ളത് സഹോദരി? നീ എന്തിനാ കരയാറുള്ളത്? കടം വീട്ടാൻ പറ്റുന്നില്ലെന്ന് ഓർത്തിട്ടാ? രോഗം മാറിയില്ലെന്ന് ഓർത്തിട്ടാ? എന്തിനാ നിന്റെ കണ്ണുനീര്? എന്തോർത്തിട്ടാ നിന്റെ കണ്ണ് നിറയുക? ഇതാ റീത്ത പുണ്യവതിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാൻ. 2 മക്കളും നല്ലൊരു പ്രായത്തുന്നതിന് മുമ്പ് അസുഖം വന്നവർ പെട്ടെന്ന് മരിച്ചുപോയി. സ്വർഗത്തിലെത്തി, പാപം ചെയ്തില്ല, അവർ സ്വർഗത്തിലെത്തി. നിന്റെ കണ്ണുനീര് കർത്താവ് കാണും. ആരും കണ്ടില്ലേലും
ആരും അറിഞ്ഞില്ലെങ്കിലും നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് വേണ്ടി അധ്വാനിക്കാൻ നിൻ്റെ കർത്താവിൻ്റെ കരമുണ്ടാവും. നിൻ്റെ കർത്താവിൻ്റെ കരമുണ്ടാവും. വിശുദ്ധ ക്ലേര ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. ഒരുപാട് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയുള്ള ഒരു സഹോദരിയാണ് ക്ലേര. ആഴ്ചയിൽ പല ദിവസവും ഉപവാസമാണ്. ആഴ്ചയിൽ എത്രയോ മണിക്കൂറുകളാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആയിരുന്നു വിശുദ്ധ ക്ലേര. അപ്പം ഒരു ദിവസം കുറച്ച് നാൾ 1200കളിൽ സാരൻ സൈന്യം ആ ഇറ്റലി ഭാഗത്തേക്ക് ആക്രമിച്ച് കീഴടക്കാൻ വരികയാണ്. അവരെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക, വീടുകൾ നശിപ്പിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തുക, അതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ പലരെയും വേദനിപ്പിച്ചും അവരെ തകർത്ത് കളഞ്ഞും അങ്ങനെയൊക്കെ ഈ സൈന്യം മുന്നോട്ട് വരികയാണ്. പെട്ടെന്ന് മനസ്സിലായി ഇവരുടെ കോൺവെൻറ്റിലേക്ക് ഈ സൈന്യം വരികയാണ്, ഇവരെ നശിപ്പിക്കാൻ, സഹോദരിമാരെ കീഴടക്കാൻ, സഹോദരിമാരെ തകർക്കാൻ ഈ സൈന്യം മുഴുവനും ഇവരുടെ നേരെ പാഞ്ഞു വരികയാണ്. ക്ലേര പുണ്യവതി വല്ലാതെ മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത അനുഭവം, അത് ആർക്കാണേലും വരുമല്ലോ. എന്താ ചെയ്തതെന്നറിയാവോ? ദിവ്യകാരുണ്യനാഥൻ്റെ അരികിലേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് വിതിൻ സെക്കൻഡ്സ് അങ്ങോട്ട് എത്തുകയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലേക്ക്. ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി, കർത്താവേ, നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച നിൻ്റെ മക്കളെ കൈവിടരുതേ, ശത്രുക്കൾക്ക് നിൻ്റെ മക്കളെ കൈവിടല്ലേ കർത്താവേ. പറയാൻ ക്ലേര പുണ്യവതി കരഞ്ഞുകൊണ്ട് പറയാൻ കർത്താവിൻ്റെ മുമ്പിൽ. സൈന്യം അടുത്തെത്തിക്കഴിഞ്ഞു, അവരുടെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. എന്ത് ചെയ്തെന്നറിയോ? ദിവ്യകാരുണ്യനാഥനെ അങ്ങ് തിരിച്ചു വെക്കുകയാണ്. ആൾത്താരിൽ ഇച്ചിരി അങ്ങ് ഈ പട്ടാളത്തെ കാണുന്ന പോലെ ദിവ്യകാരുണ്യനാഥനെ അങ്ങ് തിരിച്ചു വെച്ചു, ആ അരുളിക്ക് അങ്ങ് തിരിച്ചു വെച്ചു. പെട്ടെന്ന് സൈന്യത്തിൻ്റെയും കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിൻ്റെയും ഇടയിൽ ഒരു വലിയ വെള്ളിടി വെട്ടുകയാണ്. വെള്ളിടി വെട്ടിയ പാടെ ഈ സൈന്യത്തിലുണ്ടായിരുന്ന സർവ്വമാന മനുഷ്യരും അവർ പെട്ടെന്ന് താഴെ വീഴാൻ, അടി കിട്ടിയ പോലെ വീഴാൻ. പിന്നെ അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആകെ പരിഭ്രമിച്ചു പോയി, പേടിച്ചു പോയി. അവരെഴുന്നേറ്റ് ഓടി സകലരും. ഒരാൾ പോലും അവിടെ നിന്നില്ല. ഒരു അപകടവും ഈ സഹോദരിമാർക്കുണ്ടായില്ല. കർത്താവ് സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. കണ്ണ് നിറഞ്ഞിട്ട്, ദൈവമേ എൻ്റെ കുടുംബം, ദൈവമേ എൻ്റെ ഇടവക, ദൈവമേ എൻ്റെ സ്ഥാപനം, നീ വിളിക്കുന്നുണ്ടോ? ദുഷ്ടൻ്റെ വലയത്തിൽ നിന്ന് കർത്താവ് നിന്നെ കാക്കും. വേദനിക്കുന്ന മക്കളെ ഓർത്ത് നീ കരയുന്നുണ്ടോ? നീ ആശ്വസിപ്പിക്കപ്പെടും. പാപാവസ്ഥയോർത്ത് നീ കരയുന്നുണ്ടോ? നീ ആശ്വസിപ്പിക്കപ്പെടും. കുഞ്ഞേ, നിന്റെ കണ്ണുനീരൊക്കെ സ്വർഗത്തിൽ എത്താൻ അധികം സമയം വേണ്ട. വിശുദ്ധരൊക്കെ സഹിക്കാൻ വലിയ ഇഷ്ടം കാണിച്ചിട്ടുള്ളവരാണ്. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം സഹന രാക്ഷസന്മാരെയാണ്, സഹിക്കാൻ ഇഷ്ടമുള്ളവരെ, ലോകത്തിന് വേണ്ടിയിട്ട് കരയാൻ മനസ്സുള്ളവരെ, തകർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കാൻ മനസ്സുള്ളവരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. കാരണം അവരുടെ കൈകളിലാണ് ഇന്ന് ലോകത്തിൻ്റെ ഭാവി. എത്ര രീതികളിലാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന വാർത്തകൾ കേൾക്കുക. എത്രയോ രീതികളിൽ, എത്ര പ്രബലമായിട്ടാണ് തിന്മ ഇന്ന് ഈ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുക. കരയാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ലോകത്തെ രക്ഷിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കും, നിന്നെക്കൊണ്ട് സാധിക്കും. നിനക്ക് കരയാൻ ഒരു തുള്ളി കണ്ണുനീരുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഭാവി കർത്താവ് നിൻ്റെ കയ്യിൽ വെച്ച് തരും. എത്രയോ വിശുദ്ധര് അവരുടെ സഹനങ്ങളൊക്കെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ മദർ തെരേസ വലിയൊരു സർജറിക്ക് വിധേയപ്പെട്ടപ്പോൾ പെയിൻ കില്ലർ വേണ്ട എന്ന് പറഞ്ഞു. ആവശ്യമില്ല, പെയിൻ കില്ലർ വേണ്ട, ഇത് ഞാൻ ഈശോയ്ക്ക് വേണ്ടി സഹിക്കാം, സമ്മതിക്കുകയാണ്. എത്രയോ വിശുദ്ധര് ഇതുപോലെ. വിശുദ്ധ പാദ്രെ പിയോ ഹെർണയയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുമ്പോൾ പാദ്രെ പിയോ ഇങ്ങനെ പറഞ്ഞ പോലും, എന്നെ ഓർമ്മ കെടുത്തണ്ട, ബോധം കെടുത്തണ്ട, ഈ വേദന ഞാൻ സഹിച്ചുകൊള്ളാം, ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാം, ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു കൊള്ളാം. വിശുദ്ധാത്മാക്കൾ കാണിച്ചു തന്ന മാതൃക നമുക്ക് വലിയൊരു പ്രചോദനമായി തീരട്ടെ. ലോകത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന മന്ദതയും തീക്ഷ്ണതക്കുറവും അതിനൊക്കെ വേണ്ടി കണ്ണുനീരൊഴുക്കാൻ, ലോകത്തെ തിന്മയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കണ്ണുനീരൊഴുക്കാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. നിന്റെ വിളിക്കനുസരിച്ച്, നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ആ അളവനുസരിച്ച്, തോതനുസരിച്ച് കണ്ണുനീരൊഴുക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിലേക്ക് ദൈവമേ എന്നുള്ള വിളികൾ ഉയർത്താൻ സാധിക്കട്ടെ. ഈശോ അതിനെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ലോകത്തിലെ ഭൗതിക ആവശ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അന്നേരം നടന്നില്ലെങ്കിൽ അതിനെ ഓർത്ത് കരയുന്ന, അതിനെ ഓർത്ത് സങ്കടപ്പെടുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് സ്വീകരിച്ച് ഞങ്ങളെ നേർവഴിയിലേക്ക് നയിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ പറിച്ചു നടാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭൗതിക ആവശ്യങ്ങൾക്കപ്പുറം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനും അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും
അങ്ങനെ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണേ. അപരൻ്റെ വേദനയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സ്നേഹമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണേ ഈശോയെ. ഞങ്ങളുടെ കണ്ണുനീരങ്ങ് വിലയായി സ്വീകരിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.